നമസ്കാരം. നാട്ടുവരമ്പിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിന്റെ ഭാഗമായിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ഫാമിലെ കൃഷി വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നത്. വെള്ളായണി കാർഷിക കോളേജിലെത്തുന്ന കർഷകരുടെ ഏറ്റവും പ്രധാനമായ ഒരു ആശ്രയമാണ് ഇൻസ്ട്രക്ഷണൽ ഫാം വെള്ളായണി. കർഷകർക്ക് ആവശ്യമായ അതിനൂതനമായ വിത്തുകളും മറ്റ് നടീൽ വസ്തുക്കളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷണൽ ഫാമിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു പ്രവൃത്തി. വെള്ളായണി കാർഷിക കോളേജ് പ്രവർത്തനം ആരംഭിച്ചതിനോടൊപ്പം തന്നെ ഈ ഫാമും പ്രവർത്തനം ആരംഭിച്ചിരുന്നു. 1972 കേരള കാർഷിക സർവകലാശാല സ്ഥാപിതമായതോടെയാണ് ഈ ഫാം ഇൻസ്ട്രക്ഷണൽ ഫാം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. 3 വശവും വെള്ളായണി കായലിനാൽ ചുറ്റപ്പെട്ട ഈ ഫാമിൻ്റെ വിസ്തൃതി 252 ഹെക്ടറാണ്. ഇതിൽ 78 ഹെക്ടറോളം കരഭൂമിയാണ്, ബാക്കിയുള്ളത് കായൽ ഭൂമിയാണ്. ഇൻസ്ട്രക്ഷണൽ ഫാമിന്റെ ഭാഗമായിട്ടുള്ള കോക്കനട്ട് നഴ്സറിയുടെ വിശേഷങ്ങളാണ് ഇനി പങ്കുവയ്ക്കുന്നത്. വ്യത്യസ്ത ഇനങ്ങളിലുള്ള തെങ്ങിൻ തൈകളുടെ പരിപാലനവും അവയുടെ വിപണനവുമാണ് ഇവിടെ നടക്കുന്നത്. ഇൻസ്ട്രക്ഷണൽ ഫാം വെള്ളായണിയിൽ തെങ്ങിൻ്റെ വിവിധ ഇനങ്ങളായ വെസ്റ്റ് കോസ്റ്റ് റോൾ, അതായത് പശ്ചിമതീര നെടിയൻ, തെക്കൻ കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന കോമാടൻ, അതുപോലെ തന്നെ സങ്കര ഇനം TNTD ഇനങ്ങൾ എന്നിവ കർഷകർക്കായി വിതരണം ചെയ്യുന്നു. വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷൻ ഫാമിൻ്റെ ഭാഗമായിട്ടുള്ള കോക്കനട്ട് നഴ്സറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പ്രധാനമായും 4 വെറൈറ്റികളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവയുടെ മദർ പാംസിൻ്റെ സെലക്ഷൻ, അതിൻ്റെ പോളിനേഷൻ, ഇതിൽ നിന്നുണ്ടാകുന്ന സീഡ് നട്ടുകളുടെ കളക്ഷൻ, പിന്നെ അത് പാകി കിളിർപ്പിച്ച് നമ്മളിതിൻ്റെ വിൽപ്പനയും വിപണനവും ഇവിടെ നടത്തുന്നുണ്ട്. നാടൻ ഇനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രധാനമായും WCTയും കോമാടനുമാണ് നാടൻ ഇനങ്ങളായി നമ്മൾ ഇവിടുന്ന് വിൽപ്പന ചെയ്യുന്നത്. ഈ ഇനങ്ങൾ ഏകദേശം 5 തൊട്ട് 6 വർഷത്തിനുള്ളിൽ കായ്ച്ചു തുടങ്ങും. എന്നാൽ ഇതിനുപരിയായിട്ട് നമ്മളിവിടെ വേറെ 2 വെറൈറ്റികളായിട്ടുള്ള കേര ശങ്കരയും കേര ഗംഗയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 2 ഹൈബ്രിഡ് ഇനങ്ങളാണ്. ഇവയാണെങ്കിൽ 3 വർഷത്തിനുള്ളിൽ തന്നെ കായ്ച്ചു കിട്ടും. ഇവിടെ നമ്മൾ സീഡ് നട്ടുകൾ നട്ട് അത് മുളപ്പിച്ച് കഴിഞ്ഞാൽ ഈ തൈകളെ മീഡിയം, സ്മോൾ അല്ലെങ്കിൽ ലാർജ് സൈസിലുള്ള തൈകൾ ഇവിടുന്ന് വിൽപ്പന ചെയ്യുന്നുണ്ട്. ഈ തൈകൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പോളി ബാഗിലാക്കിയിട്ടും അല്ലാതെ ഇളക്കിയിട്ടും തൈകൾ വിൽക്കുന്നുണ്ട്. അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുഴികളെടുത്ത് അതിൽ ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക് മുതലായവ ഇട്ട് മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടി നടാം. ചെടി നട്ട് പിന്നെ 6 മാസം പ്രായമാകുമ്പോഴാണ് 1ാമത്തെ വളപ്രയോഗം നടത്തേണ്ടത്. പിന്നീട് ഓരോ വർഷം തോറും ചെടി വളരുന്നതിനനുസരിച്ച് വളപ്രയോഗം നടത്തണം. പ്രധാനമായിട്ട് യൂറിയ, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്, സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് മുതലായ വളങ്ങളാണ് ഇതിന് നൽകേണ്ടത്. ഇത്തരത്തിൽ കൃത്യമായിട്ട് നമ്മൾ സമയത്തിനനുസരിച്ച് വളപ്രയോഗം നടത്തിയാൽ നമുക്ക് കൃത്യസമയത്ത് അതിനുള്ള ഫലപ്രാപ്തി കിട്ടും. ഇവിടേക്ക് ആവശ്യമായ വിത്ത് തെങ്ങുകൾ നമ്മൾ സംഭരിക്കുന്നത് നമ്മുടെ ഫാമിലെ തന്നെ വളർച്ച പൂർത്തിയായ തെങ്ങുകളിൽ നിന്ന് അത്യുൽപാദന ശേഷിയും കായ്ഫലം കൂടുതലുമുള്ള തെങ്ങുകളെ സെലക്ട് ചെയ്തിട്ടാണ്. ഇവയെ പ്രത്യേകം മദർ പാമുകളായി സെലക്ട് ചെയ്ത് നമ്മൾ നമ്പർ ഇട്ട് വെക്കുന്നുണ്ട്. ഇതിന് ശേഷം നല്ല പൊള്ളൻ വേറെ തെങ്ങുകളിൽ നിന്ന് എടുത്തതിന് ശേഷം ഇവയുമായി പരാഗണം നടത്തി ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന തേങ്ങകളെ കുറച്ചു കാലം അവ പാകമാകാൻ വേണ്ടി സൂക്ഷിക്കും. നമ്മുടെ ഏരിയ ഇങ്ങനെ ക്ലിയർ ചെയ്തതിന് ശേഷം ടില്ലർ അടിച്ചാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. കുമ്മായപ്പൊടി വിതറി അവ ഒരാഴ്ചയോളം നനച്ചിടും. അടുത്ത ആഴ്ച നമ്മൾ തേങ്ങ പാകാൻ ആരംഭിക്കും. തേങ്ങ പാകുന്നത് ഇങ്ങനെയുള്ള നല്ല സീഡ് നട്ടുകൾ, നല്ല കുലുക്കി വെക്കുമ്പോൾ നല്ല വെള്ളമുള്ള സീഡ് നട്ടുകൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് 2 അടിയോളം താഴ്ചയിൽ കുഴിയെടുത്ത് വരിവരിയായി ഇങ്ങനെ പാകുകയാണ് ചെയ്യുന്നത്. ഒരു 3 മാസത്തോളം നമ്മൾ ഈ സീഡ് നട്ടുകൾ മുളച്ച് വരുന്നത് വരെ കാത്തിരിക്കും. മുളച്ച് വന്നതിന് ശേഷം നല്ല വളർച്ചയുള്ളതും ഓല പെട്ടെന്ന് വിരിഞ്ഞു വരുന്നതുമായ തെങ്ങിൻ തൈകളെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് വിൽപ്പനയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുകയുള്ളൂ. തൈകൾ നോക്കുകയാണെങ്കിൽ നന്നായി നേരത്തെ ഇല വിരിഞ്ഞ് വരുന്ന തൈകൾ, ഇതിൻ്റെ കോളാർ ഗിർത്ത്, ഈ താഴെയുള്ള അടിവശത്തുള്ള ഇതിൻ്റെ ഒരു വീതി, പിന്നെ നല്ല രോഗപ്രതിരോധ ശേഷി,
നല്ല കരുത്തോടെ വരുന്ന തൈകളെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുത്തതിന് ശേഷം കവറിലാക്കിയോ അല്ലെങ്കിൽ ഇളക്കി കൊടുത്തിട്ടാണെങ്കിലും കൗണ്ടറിലേക്ക് എത്തിക്കുന്നുള്ളൂ. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ നമുക്ക് സെയിൽസ് കൗണ്ടർ വഴിയും അല്ലാതെ നേരിട്ട് ഇവിടെ വന്ന് സെലക്ട് ചെയ്തതിന് ശേഷവും വാങ്ങിക്കാവുന്നതാണ്. സെയിൽസ് കൗണ്ടർ വഴിയാണെങ്കിൽ പോളിബാഗിലാക്കിയ തൈകളും നൽകുന്നുണ്ട്. ഇവിടെ വന്ന് നമുക്ക് നേരിട്ട് മണ്ണിൽ നിന്ന് ഇളക്കിയും തൈകൾ കൊടുക്കാറുണ്ട്. കോമാടൻ ആണെന്നുണ്ടെങ്കിൽ 130 രൂപയ്ക്കും WCT 110 രൂപയ്ക്കും സങ്കര ഇനങ്ങൾ രണ്ടും, അതായത് കേരശങ്കരയും കേരഗംഗയും 300 രൂപയ്ക്കാണ് നമ്മൾ സെയിൽസ് കൗണ്ടർ വഴിയും കൂടാതെ നേരിട്ട് ഇവിടെ വന്ന് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം തൈകൾ ഇളക്കിയെടുത്തും വിൽപ്പനയ്ക്ക് വെക്കാറുണ്ട്. ഇത് ഏകദേശം 10 വർഷത്തോളം പ്രായമായ കേരസങ്കര ഇനത്തിലുള്ള തെങ്ങാണ്. ഇതിൻ്റെ കായ്കൾ ഏകദേശം 3 വർഷം കഴിയുമ്പോൾ തൊട്ട് തന്നെ കേരശങ്കര കായ്ച്ചു തുടങ്ങും. അതാണ് ഹൈബ്രിഡ് അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങളുടെ പ്രത്യേകതയാണത്. കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്ന കായ്ഫലം കിട്ടും. ഇത് കോമാടൻ ഇനത്തിൽപ്പെട്ട തെങ്ങാണ്. ഇതൊരു 5 തൊട്ട് 6 വർഷം വരെ സമയത്തിനുള്ളിൽ കായ്ക്കുന്നതാണ്. ഇളം ചുവപ്പ് നിറമുള്ള തേങ്ങകളാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടുത്തെ വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷൻ ഫാമിൽ നിന്നും വർഷത്തിലെ ഏത് സമയത്ത് വന്നാലും നമുക്ക് എല്ലാ ഇനത്തിലുള്ള തെങ്ങ് തൈകളും അവൈലബിൾ ആണ്. കൂടാതെ ഇത് വാങ്ങാൻ വരുന്നവർക്ക് തെങ്ങ് തൈകളുടെ ഇനങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും അത് നടേണ്ട രീതി, അതിൻ്റെ വളപ്രയോഗം, എല്ലാ രീതിയിലുള്ള അറിവുകളും ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇവിടെ നിന്നുള്ള തെങ്ങിൻ തൈ ഉൾപ്പെടെയുള്ളതിൽ നമ്മൾ ടാഗിങ് എല്ലാം ചെയ്തിട്ടാണ് ഈ ഗുണനിലവാരം ഉൾപ്പെടെ അത് ഉറപ്പുവരുത്തിയിട്ടാണ് കൃഷിക്കാർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി കാർഷിക കോളേജിൻ്റെ വിത്തും തൈകളും കർഷകർ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഏറ്റവും ആദ്യം അവർ വാങ്ങുന്നതും ഈ കാർഷിക കോളേജിൽ നിന്നുള്ള തൈകൾ തന്നെയാണ്. അത് ഇന്നും നമ്മൾ ആ ഗുണനിലവാരം ഉറപ്പുവരുത്തി തന്നെയാണ് കർഷകരുടെ ആവശ്യത്തിലേക്കായി അത് വിതരണം ചെയ്യുന്നത്. വിവിധ ഇനം അലങ്കാര ചെടികൾക്കായി പ്രത്യേകം ഒരിടം തന്നെ വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ഒരുക്കിയിട്ടുണ്ട്. ആമ്പൽ, ഓർക്കിഡ്, ആന്തൂറിയം മുതലായ ഇനങ്ങളെ ശാസ്ത്രീയമായ രീതിയിലാണ് നമ്മളിവിടെ പരിചരിച്ചു വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ അലങ്കാര ചെടികളുടെ നഴ്സറിയിലാണ്. ഇവിടെ പ്രധാനമായും 500ഓളം ഓർക്കിഡുകളുടെ ഒരു ശേഖരമുണ്ട്. ഇതിൽ ഡെൻഡ്രോബിയം, ഫലനോപ്സിസ്, കാറ്റ്ലിയ, മൊക്കാറ എന്നിവയാണ് പ്രധാനം. അതോടൊപ്പം വിവിധ ഇനം ആന്തൂറിയം, കലേഡിയം, അഗ്ലോണിമ, CC പ്ലാന്റ് എന്നിങ്ങനെയുള്ള ചെടികളുടെ ഒരു ശേഖരവും ഇവിടെയുണ്ട്. ഇത് കാറ്റ്ലിയ ഇനത്തിൽപ്പെട്ട ഓർക്കിഡാണ്. കാറ്റ്ലിയ ഇനങ്ങളുടെ പ്രത്യേകത ഇവ കട്ട് ഫ്ലവർ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലെങ്കിലും വീടുകളിൽ വളർത്താൻ അനുയോജ്യമായ ഓർക്കിഡുകളാണ്. ഇവിടെ ഇതിൻ്റെ 12 ഇനങ്ങൾ ലഭ്യമാണ്. ഇതിൽ ചില ഇനങ്ങൾ വർഷത്തിൽ 4 തവണ പൂക്കുകയും ചില ഇനങ്ങൾ വർഷത്തിൽ 2 തവണ പൂക്കുകയും ചെയ്യുന്നവയാണ്. ഫലനോപ്സിസ് ഇനത്തിലെ ഓർക്കിഡുകളാണിവ. വീടുകളിൽ വളർത്താൻ വളരെ അനുയോജ്യമാണ്. 4 മാസത്തോളം വാടാതെ നിൽക്കുന്ന പൂങ്കലയും വളരെ വലിപ്പമുള്ള പൂക്കളും ഇവയുടെ പ്രത്യേകതയാണ്. ചേമ്പിൻ്റെ വർഗത്തിൽപ്പെട്ട കലേഡിയൻ ചെടികൾ നമുക്കെല്ലാം പരിചിതമാണ്. ഇവയുടെ അപൂർവമായ 20ഓളം ഇനങ്ങൾ ഇവിടുത്തെ മാതൃസസ്യ ശേഖരത്തിൽ വളർത്തി വരുന്നു. ഇത് കൊക്കഡാമയാണ്. കൊക്കഡാമ ഇന്ന് നമുക്കെല്ലാം അറിയാം. ഇത് ജപ്പാനിൽ രൂപം പ്രാപിച്ച് നമ്മുടെ എല്ലാ ഇടയിലേക്ക് ഇന്ന് എത്തപ്പെട്ടിരിക്കുന്നു. പാവങ്ങളുടെ ബോൺസായി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ജപ്പാനിൽ ഇത് അവിടെ ലഭിക്കുന്ന അക്കഡാമ എന്ന മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കി വന്നിരുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ലഭ്യമായ പോട്ടിംഗ് മീഡിയ ഉപയോഗിച്ച് കൊക്കഡാമ തയ്യാറാക്കാവുന്നതാണ്. സാധാരണയായി വളരെ ചെറിയ വേരുപടലമുള്ള ചെടികളാണ് കൊക്കഡാമയ്ക്ക് അനുയോജ്യം. അഗ്ലോണിമ, മണിപ്ലാന്റ് ഇവയൊക്കെ നമുക്ക് കൊക്കഡാമയിൽ ഉപയോഗിക്കാം. കൊക്കഡാമ ഉണ്ടാക്കിയതിന് ശേഷം
ഈ മണ്ണുപന്തിന് ചുറ്റുമായി പായൽ പൊതിയുമ്പോഴാണ് ഇതിനൊരു ഭംഗിയുള്ള രൂപം കൈവരുന്നത്. ഇതിനെ നമുക്ക് വരാന്തകളിൽ തൂക്കിയിടാനോ വീട്ടുമുറ്റത്തെ മരങ്ങളിൽ തൂക്കിയിടുന്നതിനോ മേശപ്പുറത്ത് ക്രമീകരിക്കുന്നതിനോ സ്റ്റാൻഡുകളിൽ വെക്കുന്നതിനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ അലങ്കാര സസ്യ വിഭാഗത്തിലെ ജലസസ്യങ്ങളുടെ ശേഖരമാണിത്. ഇവിടെ ഏകദേശം 50ഓളം ആമ്പൽ ചെടികൾ പരിചരിച്ചു വരുന്നു. മാതൃസസ്യങ്ങളായും കുട്ടികളുടെ ഗവേഷണ ആവശ്യത്തിനും ഇവ ഉപയോഗിക്കുന്നു. ഇവയുടെ തൈകൾ ഇവിടെ നിന്നും ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ്. ആമ്പലിൻ്റെ പുതിയ ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പരീക്ഷണങ്ങളും ഇവിടെ നടത്തി വരുന്നു. ഇൻസ്ട്രക്ഷണൽ ഫാമിലെ കള്ളിച്ചെടികളുടെ വിഭാഗത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 100ഓളം കള്ളിച്ചെടികളും സക്കുലൻസും വളർത്തി വരുന്നു. ഇതിൻ്റെ തൈകൾ ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. സക്കുലൻ്റ് പ്ലാന്റുകളും പെബിൾസും ഉപയോഗിച്ച് മിനിയേച്ചർ ഗാർഡൻ, ആർട്ടിസ്റ്റിക് ഡിസ്പ്ലേ എന്നിവ തയ്യാറാക്കുന്നതിലെ പരീക്ഷണങ്ങൾ ഇവിടെ നടത്തി വരുന്നു. ഇൻസ്ട്രക്ഷണൽ ഫാം നമ്മുടെ കാർഷിക സർവകലാശാലയിൽ പഠിക്കുന്ന ബിരുദാനന്തര വിദ്യാർത്ഥികളുടെ ഗവേഷണത്തിന് വേണ്ടുന്നുള്ള നടപടികൾ ചെയ്യുന്നതിനും അവരുടെ പരീക്ഷണങ്ങൾ നടത്തുന്നതിനും ഇൻസ്ട്രക്ഷണൽ ഫാമിലാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ കോളേജിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി ഇൻസ്ട്രക്ഷണൽ ഫാം പ്രവർത്തിച്ചു വരുന്നുണ്ട്. എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി 30 ഇനം ചെമ്പരത്തികളെ പഠനം നടത്തി വരുന്നു. അതിൻ്റെ ഭാഗമായി വിവിധ ഇനം ചെമ്പരത്തികളെ പരസ്പരം ക്രോസ് ചെയ്യിപ്പിക്കുകയും പുതിയ ഇനം ചെമ്പരത്തികൾ ഉണ്ടാക്കുകയുമാണ് എൻ്റെ പഠന വിഷയം. നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വിവിധ ഇന ഔഷധ സസ്യങ്ങളെയും ഇവിടെ പ്രത്യേകം സംരക്ഷിച്ചു വരുന്നു. പുതിയ തലമുറയ്ക്ക് ഇവയെ നേരിൽ കണ്ട് മനസ്സിലാക്കാനും ഇവയുടെ നടീൽ വസ്തുക്കൾ വാങ്ങിക്കുവാനും ഇവിടെ അവസരമുണ്ട്. വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിൻ്റെ ഭാഗമായിട്ടുള്ള ഔഷധ സസ്യത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 200-ൽ കൂടുതൽ ഔഷധ സസ്യങ്ങൾ നമുക്കിവിടെ ഈ പ്രദർശനത്തോട്ടത്തിൽ കാണാം. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ യൂണിറ്റായിട്ടും അതുപോലെ ഒപ്പം ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനും ട്രെയിനീസിനും ഒക്കെയുള്ള ഒരു എക്സിബിറ്റായിട്ടും എല്ലാം ഈ പ്രദർശനത്തോട്ടം നിലകൊള്ളുന്നു. നമ്മൾ ഓരോ നാളിനും ഓരോ വൃക്ഷമുണ്ട്. അപ്പോൾ ഈ വൃക്ഷങ്ങളെല്ലാം 27 നാളിനുള്ള 27 വൃക്ഷങ്ങളും നമ്മുടെ തോട്ടത്തിലുണ്ട്. പ്രത്യേകിച്ചും വളരെ റെയറായിട്ടുള്ള പല വൃക്ഷങ്ങളും നമ്മൾ ഈ ഇതിൽ തന്നെ ഉണ്ട്. വിവിധങ്ങളായ ഔഷധ സസ്യങ്ങൾ നമ്മുടെ വീട്ടിലും തൊടിയിലും പറമ്പിലുമൊക്കെ പണ്ടുണ്ടായിരുന്നതിൽ നിന്ന് ഒരുപാട് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനെ എത്രത്തോളം നമ്മൾ കണ്ടറിഞ്ഞ് അതിനെ പരിപാലിക്കുകയും അതിൻ്റെ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സ്റ്റേജാണ്. ദശപുഷ്പങ്ങളുണ്ട്. ദശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. 10 ചെടികളാണ്. കൂടുതലും ആനുവൽസ് ആയിട്ടുള്ള ഹെർബേഷ്യസ് ആയിട്ടുള്ള 10 ചെടികളാണ്. നമ്മുടെ സാധാരണയായി നാട്ടിൻപുറത്ത് വഴിയോരത്തൊക്കെ കാണപ്പെടുന്ന മുക്കുറ്റി, നിലപ്പന, ചെറുള ഇങ്ങനെയുള്ള 10 സസ്യങ്ങളാണ് ഇതിന് ഉൾപ്പെടുന്നത്. ഈ ഔഷധ സസ്യങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ കൺസർവ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇതിനെ മാസ് മൾട്ടിപ്ലൈ ചെയ്യുകയും അതിനെ തന്നെ സെയിൽസ് കൗണ്ടർ വഴി നാട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്കാണ്, 20-25 രൂപ വെച്ചിട്ടുള്ള വിലയ്ക്കൊക്കെയാണ് നമ്മളിവിടുന്ന് നമ്മുടെ കൗണ്ടർ വഴി തന്നെ കൊടുക്കുന്നത്. പിന്നെ ആവശ്യാനുസരണം ഇപ്പോൾ സ്കൂളുകളിൽ ഔഷധ സസ്യത്തോട്ടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള ആവശ്യത്തിനനുസരിച്ച് ഓർഡർ തരുന്ന മുറയ്ക്ക് നമ്മളിവിടുന്ന് തന്നെ അവർക്ക് ആവശ്യമുള്ള സസ്യങ്ങൾ പ്രജനനം നടത്തി സെയിൽസ് കൗണ്ടർ വഴി വിൽക്കുന്നതാണ്. മാവ്, പ്ലാവ് മുതലായ വ്യത്യസ്ത ഇനം ഫലവൃക്ഷങ്ങളുടെ തൈകളും വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷൻ ഫാമിൽ ലഭ്യമാണ്. ബഡ്ഡിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിംഗ് മുതലായ രീതികളിലൂടെയാണ് ഇവയെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കാണുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ ഹോർട്ടിക്കൾച്ചർ ഡിവിഷൻ എന്ന യൂണിറ്റാണ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് പഴവർഗ്ഗ ചെടികളാണ്.
അതിൻ്റെ പല പ്രൊപ്പഗേഷൻ ടെക്നിക്സ് ആയിട്ടുള്ള ബഡ്ഡിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് മുതലായവയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ പഴവർഗ്ഗ ചെടികളുടെ തൈകൾ ബഡ്ഡിംഗ് ചെയ്തതും ഗ്രാഫ്റ്റിങ്ങും വഴിയുള്ളതെല്ലാം സെയിൽസ് കൗണ്ടർ വഴിയും പുറത്തോട്ടും എല്ലാം നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബഡ്ഡിംഗ് എന്നാൽ റൂട്ട് സ്റ്റോക്കും സയോണിനും പകരം ഇവിടെ ബഡാണ് നമ്മൾ എടുക്കുന്നത്. മാതൃസസ്യത്തിൻ്റെ ബഡ് മുറിച്ചെടുത്താണ് നമ്മളിവിടെ സയോണായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പാച്ച് ബഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ കാണിക്കാം. 2 സൈഡിലും വരഞ്ഞ് വെച്ചിട്ട് മേലൊരു ക്രോസ് കട്ടിങ് കൊടുക്കുക. അത് കഴിഞ്ഞ് ബഡ് എടുക്കണം. ബഡ് എടുക്കുന്നത് ഇങ്ങനെ ബഡ് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് അഴുക്ക പൊടിയോ ഒന്നും ആവാൻ പാടില്ല. അത്രയ്ക്കും സൂക്ഷിച്ച് ചെയ്യുക. ഇതിൻ്റെ കറ തുടച്ച് കളയണം. താഴെ പോഷൻ കുറച്ച് അവിടെ വച്ചിരിക്കണം. അപ്പോൾ ഈ ബഡ് ഇതിനകത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും. കവർ വെച്ച് താഴെ ഒന്ന് കെട്ടുക. ഒരു കാരണവശാലും വെള്ളം ഇതിനകത്ത് ഇറങ്ങാൻ പാടില്ല. ഈ സാധനം വച്ചിരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ച് ബഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ് ഫുൾ കവർ ചെയ്ത് കുറച്ച് മേളിൽ കൊണ്ടുവന്ന് കെട്ടി നിർത്തുക. ഒരു കാരണവശാലും വെള്ളം ഇതിനകത്ത് ഇറങ്ങാൻ പാടില്ല. ഇത് 30 ദിവസമാകുമ്പോൾ നമ്മളിതിൻ്റെ കവർ അഴിച്ച് മാറ്റും. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കൊണ്ട കട്ട് ചെയ്ത് മാറ്റും. അതിന് ശേഷമേ ഇവിടെ നിന്ന് കിളിർപ്പ് വരത്തുള്ളൂ. ഇത് വെഡ്ജ് ഗ്രാഫ്റ്റിംഗ് എന്ന രീതി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ച ഒരു മാവിൻ്റെ ഇനമാണ്. അൽഫോൻസോ എന്നാണ് ഈ ഇനത്തിൻ്റെ പേര്. അപ്പോൾ വെഡ്ജ് ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിലാദ്യമായി നമുക്ക് റൂട്ട് സ്റ്റോക്കാണ് വേണ്ടത്. റൂട്ട് സ്റ്റോക്ക് എന്നത് വേരോട് കൂടിയ ഒരു ചെടിയാണ് റൂട്ട് സ്റ്റോക്കായി നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം സയോൺ ആവശ്യമുണ്ട്. സയോൺ എന്നാൽ മാതൃസസ്യത്തിൽ നിന്നുള്ള തണ്ട് മുറിച്ചെടുക്കുന്നതാണ്. നമ്മൾ മാവിൽ വെജ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു 6 മാസമായ തൈ മുതൽ നമ്മൾ വെജ് ഗ്രാഫ്റ്റ് ചെയ്യും. അതായത് മാവിൻ്റെ കിളിർപ്പിച്ചെടുക്കുന്നതാണിത്. അതാണ് നമ്മൾ വെജ് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ നല്ല സെലക്ട് ചെയ്ത മാവിൻ്റെ കൊമ്പ് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് പെട്ടെന്ന് ഗുണം വരാൻ വേണ്ടിയുള്ളൊരു മാവിൻ്റെ കൊമ്പാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ ആപ്പ് രൂപത്തിൽ കട്ട് ചെയ്ത് ആപ്പ് രൂപത്തിലാണ് കട്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റോക്കിൻ്റെ പകുതി കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമ്മളിത് സ്റ്റോക്കിനെ 2ആയിട്ട് കീറി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച സയോൺ അതിലോട്ട് ചേർത്ത് നന്നായി ബഡ്ഡിങ് ടൈപ്പ് വെച്ച് നന്നായിട്ട് കട്ടും. ബഡ്ഡിങ് ടൈപ്പ് നമ്മളിതിൻ്റെ സൈഡിൽ കെട്ടിയ ശേഷം ഒരു കവർ നനച്ച് ഇതിലുള്ളിലോട്ടിടും. ഇതിട്ട ശേഷം നമ്മൾ ചേമ്പറയ്ക്കുള്ളിലാണ് വെക്കുന്നത്. ചേമ്പറ വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്നും മുള പൊട്ടി അതിൽ നിന്ന് ചെറിയൊരു ഇല വന്ന് തുടങ്ങും. ഇല വന്ന ശേഷം നന്നായിട്ട് വന്ന ശേഷമാണ് ഈ കവർ മാറ്റിയും ഒരു 1-1.5 മാസം കഴിഞ്ഞ ശേഷം നമ്മളിതിനെ സെയിലിന് ഉപയോഗിക്കുകയും ചെയ്യും. എയർ ലെയറിംഗ് അഥവാ പതിവയ്ക്കൽ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ചെടിയുടെ തോൽ മുറിച്ചു മാറ്റി അവിടെ വേര് പിടിപ്പിച്ചെടുക്കുകയാണ്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പോട്ടിംഗ് മീഡിയയാണ്. അതിനായി ചകിരിച്ചോറ് കമ്പോസ്റ്റും ചാണകപ്പൊടിയും 3:1 എന്ന അളവിൽ ആണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. ആവശ്യമെങ്കിൽ മണൽ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് അത് നനച്ചെടുക്കുക. നനച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടുതലായി പോകരുത്. അതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പോട്ടിംഗ് മീഡിയം ഉള്ളം കയ്യിലെടുത്ത് വെച്ച് ഒന്ന് അമർത്തിയാൽ വെള്ളം ഇറ്റിറ്റ് വീഴുന്ന പരുവത്തിലായിരിക്കരുത്. ആ ഒരു കണക്കിനനുസരിച്ച് വേണം പോട്ടിംഗ് മീഡിയ തയ്യാറാക്കാൻ. അതിനുശേഷം നമ്മൾ ചെടിയുടെ അഗ്രത്തിൽ നിന്നും 15 സെൻറ്റിമീറ്റർ താഴെയായിട്ട് 2.5 തൊട്ട് 4 സെൻറ്റിമീറ്റർ നീളത്തിലൊരു അതിൻ്റെ തൊലി ചെത്തി മാറ്റുക. അതിനുശേഷം ഈ പോട്ടിംഗ് മീഡിയം അതിന് ചുറ്റും കവർ ചെയ്തിട്ട് പോളിത്തീൻ ഷീറ്റും നൂലും വെച്ച് നല്ലോണം ടൈറ്റായിട്ട് കെട്ടിവെക്കുക. ഒരു 3.5 തൊട്ട് 2 മാസം ആ ഒരു കാലയളവിലാണ് പല ചെടിക്കനുസരിച്ച് ഈ വേര് പിടിക്കുന്നത്.
3.5 തൊട്ട് 2 മാസം വരെ ആ ഒരു കാലയളവിലാണ് വേര് പല ചെടികളിൽ പിടിക്കുന്നത്. ലവിലവി, പേര പോലെയുള്ള ചെടികളിൽ 30 തൊട്ട് 35 ദിവസം കൊണ്ട് തന്നെ വേര് പിടിക്കും. അതിനുശേഷം വേരിൻ്റെ നിറം വെള്ളയിൽ നിന്നും ഒരു ഓറഞ്ച് കളർ ആകുമ്പോഴേത്തനാണ് നമ്മളത് ചെടിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഒരു 2 മാസം എടുക്കും. അതിനുശേഷം നമ്മളത് നടാനായിട്ട് ഉപയോഗിക്കും. മാതൃസസ്യത്തിൻ്റെ പാർശ്വശിഖരങ്ങളിൽ നിന്നാണ് നമ്മൾ കുറ്റിക്കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനായി ഈ ഫാമിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ചാമ്പർ അഥവാ വർദ്ധിത പ്രവർത്തന കൂട്. അതിനായി കുറ്റിക്കുരുമുളക് തൈകൾ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അതിനുള്ളിൽ വെച്ച് ചാമ്പർ മൂടി 1 മാസത്തിന് ശേഷം തന്നെ ചാമ്പർ തുറന്ന് കുറ്റിക്കുരുമുളക് ഉൽപ്പാദനത്തിന് ശേഷം അത് ചാമ്പറിൽ വെച്ചിട്ട് 1 മാസം കഴിഞ്ഞ് ചേമ്പർ മാറ്റി ഒരു 2 മാസം കൊണ്ട് തന്നെ നമുക്ക് ഇത് വിൽപ്പന യോഗ്യമായി കിട്ടും. സാധാരണ രീതിയിൽ ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, കുറ്റിക്കുരുമുളക് തുടങ്ങിയവയെല്ലാം നമുക്ക് 3 മാസങ്ങൾ കൊണ്ട് മാത്രമാണ് വിൽപ്പനയോഗ്യമാവുന്നത്. എന്നാൽ ഈ ടെക്നോളജി വളരെ വേഗത്തിൽ തന്നെ കുറ്റിക്കുരുമുളക് ഉൽപ്പാദനത്തിനായി സഹായിക്കുന്നുണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള കുറ്റിക്കുരുമുളക് തൈകൾ 100 രൂപയ്ക്കും 70 രൂപയ്ക്കുമാണ് സെയിൽസ് കൗണ്ടറിൽ കൊടുക്കുന്നത്. മദർ പ്ലാന്റിൽ നിന്ന് മുട്ട് വെച്ച് തൈ മുറിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ കവറിൽ നട്ട് വലിയൊരു ഈ പോളിയോസിനകത്ത് കൊണ്ടുവച്ചതിന് ശേഷം ഒരു വെള്ളി കവർ വെച്ച് മൊത്തവും കവർ ചെയ്ത് വയ്ക്കും. വെച്ചതിന് ശേഷം അതിൻ്റെ പുറമേ മാത്രമേ നനയ്ക്കത്തുള്ളൂ. നനച്ച് 1 മാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ വെള്ളി കവർ മാറ്റിയതിന് ശേഷം വെച്ചതുപോലെ തന്നെ ഞങ്ങൾക്കത് പച്ചയോടെ ഇരിക്കുകയും ചെറിയ പൊടിപ്പ് വന്നിരിക്കുകയും ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ആ പോളിയോസിനകത്ത് നിന്ന് ഞങ്ങൾ വെളിയിലെടുക്കും. വെളിയിലെടുത്തതിന് ശേഷം നമ്മൾ കൗണ്ടറിൽ കൊടുത്ത് സെയിൽ ചെയ്യുന്നതാണ് ഈ തൈ. വെള്ളായണി ഇൻസ്ട്രക്ഷണൽ ഫാമിൽ പഠനം, ഗവേഷണം, നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനം എന്നിവ കൂടാതെ കർഷകർക്ക് ആവശ്യമുള്ള ട്രെയിനിങ്ങുകൾ കൂടി സംഘടിപ്പിച്ചു വരുന്നു. പ്രധാനമായും നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അലങ്കാര ചെടികളുടെയും പഴവർഗ്ഗ ചെടികളുടെയും നടീൽ വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള പ്രായോഗികമായ പരിശീലനം കൊടുത്തു വരുന്നു. കൂടാതെ കൂൺ കൃഷിയും കൂൺ വിത്തിൻ്റെ ഉൽപ്പാദനത്തിനും വേണ്ടിയുള്ള ട്രെയിനിങ്ങും ഇവിടെ നടത്തി വരുന്നു. വെള്ളായണി കാർഷിക കോളേജിലെ കൃഷി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പൊതുജനങ്ങൾക്ക് ഇവയെല്ലാം നേരിട്ട് വന്നു കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.